ഉണ്ട്. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ചെയ്യാൻ തീരുമാനമായിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ രീതിയിൽ നന്നായിട്ട് ബിസിനസ്സിൽ മുന്നോട്ട് പോകാൻ പറ്റും എന്നാണ് എനിക്ക് പറയുന്നത്. നേരത്തെ മോളുടെ കാര്യം പറഞ്ഞ ശേഷം ഞാനിവിടെ വേറൊരു വഴിക്ക് പോയി. എങ്കിലും പ്രൊഡക്റ്റില് വീട്ടില് അത് പക്ഷെ പറഞ്ഞ് തമാശ രീതിയിലൊക്കെയാണ് ഹസ്ബൻഡ് മോളും ഒക്കെ എടുക്കുന്നത്. ഞാൻ എന്ത് ചെയ്യണമെങ്കിലും എനിക്കൊരു കുഴവും വരുത്താനില്ല, ചെയ്തോ എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ്. ഇപ്പം അതിലൊരു നോ പറയുന്ന, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു നോ, അത് ചെയ്യണ്ട ഇത് ചെയ്യണ്ട എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിലുള്ള കുടുംബം അല്ല. എങ്കിലും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശരിക്കും മകൾക്ക് ഒരു ഹസ്ബൻഡിനും ഒരു കൂടുതലായിട്ട് ഒരു ഇതിലേക്ക് വന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് നല്ലതാണ് എന്ന് പറയാൻ വന്ന ഒരു അവസരം എന്താണെന്ന് വെച്ചാൽ മകൾക്ക് ഡെങ്കിപ്പനി വന്നു. അവള് തിരുവനന്തപുരം പഠിക്കുന്ന സമയത്താണ് ഡെങ്കി വന്ന്. ഞാൻ ഈ ബിസിനസ് എടുത്ത് കുറച്ച് കഴിഞ്ഞു, കുറച്ച് സമയത്തിന് ശേഷം അവൾ തിരുവനന്തപുരം പഠിക്കുന്നു. ആ സമയത്ത് അവൾക്കുള്ളൊരു ഡെങ്കി എന്ന അവസ്ഥ വന്നു. അവൾ ഹോസ്റ്റലിലുള്ള ഏകദേശം 16 പിള്ളേർക്കും ഡെങ്കി വന്ന സമയത്താണ് ഈ ഒരു സമയത്ത് അവിടുന്ന് വിളിച്ച് ഞങ്ങൾ രാത്രി തന്നെ ഇവിടുന്ന് പോയി. രാത്രി നമുക്കറിയാം തിരുവനന്തപുരം എത്തണമെങ്കിൽ ഒരു ദിവസത്തെ രാത്രി ഒരു ഫുള്ള് യാത്രയുണ്ട്. ചെന്നവിടെ എത്തി കഴിഞ്ഞപ്പോൾ ഡെങ്കി ആണെന്ന് ഇതായിട്ട് പറഞ്ഞ ശേഷമാണ് കൗണ്ട് തീരെ കുറവാണ്, അത് വിളിച്ചപ്പോഴേ പറഞ്ഞിരുന്നു. അപ്പം പോകുന്ന സമയത്ത് തന്നെ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ 95 പൊട്ടിച്ചു വെച്ച 95 ഉണ്ടായിരുന്നു. 95 ഒരു 5 പാക്കറ്റോളം, പാക്കറ്റ് എന്ന് വെച്ചാൽ 5 സാഷെ 95 എടുത്തു. തിരിച്ചു പോരുന്നതാണ് അന്ന് തന്നെ. മോളെ കൂട്ടി പോരാൻ വേണ്ടിയിട്ടാണ് 95 സാഷ എടുത്തു. അതുപോലെ തന്നെ കവചപ്രാശം ഉണ്ടായിരുന്നു, കവചപ്രാശം എടുത്തു. അതുപോലെ ഇതും നമ്മളെ ബിലോ 37-ഉം തഫ്നിലും. ഈ 4 കാര്യങ്ങൾ എടുത്തുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് അറിയാം. അങ്ങനെ പോയി ഒരു ദിവസം രാവിലെയാണ്, തലേന്ന് 2 ദിവസം പനിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവർ അഡ്മിറ്റ് ആക്കി. ഇന്ന് രാവിലെ അഡ്മിറ്റ് ആക്കി, നാളെ രാവിലെയാണ് ഞങ്ങൾ ഇവിടെ ചെല്ലുന്നത്. ആ ഒരു ഗ്യാപ്പിൽ 2 ദിവസത്തെ ഗ്യാപ്പുണ്ട്. അപ്പം ആ ഒരു തലേന്ന് രാത്രിയും അന്ന് രാവിലെ ഞങ്ങൾ ചെല്ലുന്ന സമയത്തും ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിന്റെ കൗണ്ട് വളരെ കുറവാണ്. അതുപോലെ തന്നെ വല്ലാത്ത രീതിയിൽ അവർ എങ്ങോട്ടെങ്കിലും മാറ്റുക, അല്ലെങ്കിൽ നമ്മളെ സംരക്ഷണയിൽ അവിടെ നോക്കുക എന്ന രീതിയിലാണ്. ഹോസ്പിറ്റലുകാർക്കും അതല്ല ഹോസ്റ്റലുകാർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അങ്ങനെ ചെന്നപാടെ തന്നെ മറ്റൊന്നും ചോദിച്ചില്ല. ഞാൻ ആദ്യം ചെന്നപാടെ ഫ്ലാസ്കിൽ വെള്ളം ഇരിപ്പുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് അത് വെള്ളത്തിലോട്ട് വെച്ചൊന്ന് ജസ്റ്റ് തണുപ്പിച്ച ശേഷം അത് ഗ്ലാസ്സിലോട്ട് 95 പൊട്ടിച്ചൊഴിച്ച് നേരെ തന്നെ ചെന്നപാടെ തന്നെ ഞാനൊരു 95 അവളെ കുടിപ്പിച്ചു കഴിഞ്ഞ് പിന്നെ ബിലോ 37 കൊടുത്തു, കഫ്നിലും കൊടുത്തു. ചുമയുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പം കവചപ്രാശം കൂടെ കൊടുത്തു. ഒരു ഇതാവണല്ലോ. അങ്ങനെ രാവിലെ ഒരു 9 മണി 9:30 ആയപ്പോഴത്തേക്കും ഫസ്റ്റ് ഡോസ് എന്ന രീതിയിൽ ഈ സംഭവം കൊടുത്തു. ഉച്ചയായപ്പോഴത്തേക്കും അടുത്ത 95 ഒന്നും കൂടെ കൊടുത്തു. അതുപോലെ തന്നെ വൈകുന്നേരം രാത്രിക്ക് 3 95 ഒറ്റ ദിവസം കൊണ്ട് എൻ്റെ മകളെ ഞാൻ കഴിപ്പിച്ചു. ബിലോ 37 2 തവണയെ കൊടുത്തുള്ളൂ. ബാക്കി കഫ്നിലും എന്താന്ന് വെച്ചാൽ അധികമായിട്ട് സമയം കൊടുത്തില്ല. ഉച്ചയ്ക്ക് ശേഷം രാത്രിക്ക് ഒരു സ്പൂൺ കവചപ്രാശം കൂടെ കൊടുത്തു. അങ്ങനെ അവിടുന്ന് ആ ഒരു റിസൾട്ട് കിട്ടി. ഒരു രാവിലെ ചെയ്ത റിസൾട്ട് ശേഷം പിറ്റേന്ന് അന്ന് രാത്രിയാണ് പിന്നെ ചെയ്യുള്ളൂ, ഡോക്ടർമാർ നോക്കുള്ളൂ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെങ്കിൽ. ആ സമയത്ത് ഞങ്ങൾ അന്ന് രാത്രി അവിടുന്ന് തിരിച്ചു പോന്നു. അഡ്മിഷൻ മാറ്റി ഡിസ്ചാർജ് മേടിച്ചെടുത്തു. ആ ഒരു ദിവസത്തേക്ക് അവിടെ ആ ഹോസ്പിറ്റലിൽ ഞങ്ങൾ ബില്ല് ചെയ്തത് എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 9,000 രൂപയാണ്. ഒരു ദിവസത്തേക്ക് ബില്ല് ചെയ്തത്. ഫാമിലി നടത്തുന്ന കുറെ ഇച്ചിരി നല്ല ഹോസ്പിറ്റലായിരുന്നു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് അതിൽ ചെന്നപാടെ തന്നെ വളരെ ഇതായിട്ട് ഇവര് പെട്ടെന്നൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവർ ICUലോട്ടും ജസ്റ്റ് ഒന്ന് കയറ്റിയായിരുന്നു. അതിനുശേഷം അവർക്ക് ഒരു ICUയിൽ നമ്മൾ കയറുമ്പോൾ അറിയാലോ, 1 മണിക്കൂറോ 1.5 മണിക്കൂറോ 2 മണിക്കൂറോ ചെയ്യേണ്ടി വന്നാലുള്ളൊരിത് അതൊരു അവസ്ഥയിലായിരുന്നു. ടയർഡായിട്ടായിരുന്നു ചെയ്യുന്നത്. അതിനുശേഷം 9,000 രൂപ അവിടെ നമ്മൾ ബില്ല് അടച്ച ശേഷം തിരിച്ചു പോന്നു. അന്ന് രാത്രി ട്രെയിനിൽ ഇങ്ങോട്ട് പോരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ടുള്ള ഞങ്ങൾക്ക് ട്രെയിൻ കിട്ടി. അങ്ങോട്ട് പോകുമ്പോഴാണ് നമുക്ക് കിട്ടാണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ പോന്നു നേരെ വന്ന് വടകര സഹകരണ ഹോസ്പിറ്റലിൽ വന്നപാടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. ഡോക്ടറെ കാണുന്നതിന് മുന്നേ തന്നെ ഹസ്ബൻഡ് ഹോസ്പിറ്റൽ ഫീൽഡുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് നേരെ അവിടെ ചെന്ന് ഡോക്ടറെ ഇതൊന്നും ഇല്ലാണ്ട് തന്നെ ഞങ്ങൾ ബ്ലഡ് തലേന്ന്
പിറ്റേന്ന് ചെയ്ത അതേ ടെസ്റ്റ് ഇവിടെ നടത്തിച്ചു. അത് കഴിഞ്ഞ് ബിജു ഡോക്ടറായിരുന്നു, ഫിസിഷ്യനാണ് അന്നേരം കാണിക്കാൻ വേണ്ടി ബിജു ഡോക്ടറെ കാണിക്കാൻ വേണ്ടി കയറി. ബിജു ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ എനിക്ക് അതിശയം പറഞ്ഞു, എന്താ ഇങ്ങനെ സംഭവിച്ചത്? തലേന്ന് രാവിലെ അതെന്റെ തലയ്ക്ക് തലേ ദിവസത്തെ ബ്ലഡ് ടെസ്റ്റ് നോക്കിയിട്ട് നല്ല വ്യത്യാസം. പക്ഷെ 395 ഒരു ദിവസം കഴിച്ച് പിറ്റേന്ന് രാവിലെ ഒരു 95 കഴിച്ച ശേഷമാണ് ബ്ലഡിന് ടെസ്റ്റ് ചെയ്യാൻ കയറിയത്. കൗണ്ടിൽ ഭയങ്കര വ്യത്യാസം ഡോക്ടർ കണ്ടു. പിന്നെ നല്ല രീതിയിലൊരു മാറ്റവും കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അച്ചായൻ എന്നാണ് ഹസ്ബൻഡിനെ വിളിക്കുന്നത്, അത്ര ഒരു കൂട്ടുള്ള ഡോക്ടറാണ്. അപ്പം പറഞ്ഞു, അച്ചായ അങ്ങനെയാണെങ്കിൽ അഡ്മിറ്റ് ആക്കേണ്ട ആവശ്യമില്ല, വീട്ടിൽ പോയിക്ക്. എന്താ കൊടുത്തേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എന്റെ കയ്യിലുള്ള സംഭവം കാണിച്ചു. നേരം പറഞ്ഞു, നല്ല പ്രോഡക്റ്റ് ആണ്, പക്ഷെ എങ്കിലും നമുക്കിത് സജസ്റ്റ് ചെയ്യാൻ മാർഗമില്ല എന്ന് പറഞ്ഞു എന്നോട്. നമുക്കിത് സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നിങ്ങൾക്ക് ഉപയോഗിക്കാം, ധൈര്യമായിട്ട് മാഡത്തിന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞു. എനിക്ക് ഉറപ്പുള്ള കേസ് കേട്ടാണ്. അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഉപയോഗിക്കും. അതിനുശേഷം വീട്ടിൽ വന്ന് അവളെ കൊണ്ടുവന്നു. ഒരാഴ്ച 3-4 ദിവസത്തോളം ഞാൻ ലീവ് എടുത്തു, വീട്ടിലിരുന്നു. നല്ല രീതിയിൽ ഇത് കൃത്യമായിട്ട് വീട്ടിൽ പുറത്തെങ്ങും ഇറക്കാതെ ഇത് തന്നെ ഉപയോഗിച്ച് ഈ ഒരു പ്രൊഡക്റ്റുകൾ തന്നെ ഡെങ്കിയുടെ ആ ഒരു 3-ാമത്തെ ദിവസം പിന്നെയും പോയി ടെസ്റ്റ് എടുത്തു. പിന്നെ 6-ാം ദിവസം ടെസ്റ്റ് ചെയ്തു. നോർമൽ ആകുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റി. മാറ്റിയെടുത്ത ശേഷം ആ ഒരു അവസരമാണ് ഹസ്ബൻഡും മോൾക്കും നല്ല രീതിയിൽ ഈ ഒരു ബിസിനസിന്റെ പ്രാധാന്യം, ഈ പ്രൊഡക്റ്റിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. പക്ഷെ അത് നല്ലതിനായിരുന്നു. വെച്ചാൽ നമുക്കിതിലെ ഈ ഒരു കാര്യത്തിൽ കൂടുതലായിട്ട് ചെയ്യാനുള്ളൊരു അവസരം നമുക്ക് ഇതിലൂടെ കിട്ടി. അതിനുശേഷം നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു പിന്തുണ അവരുടെ ഭാഗത്ത് നമുക്ക് കിട്ടി. അതിൽ നല്ല കാര്യങ്ങളാണെങ്കിൽ നമ്മളത് പറയണം. ശരിക്കും പറയുകയാണെങ്കിൽ അത് വീട്ടിൽ നിന്നുള്ള കിട്ടിക്കഴിഞ്ഞു, കുടുംബത്തിൽ നിന്ന് നമുക്ക് പോയിട്ടുണ്ട്. ബൈബിളില് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും മോളുടെ കാര്യത്തിൽ എനിക്ക് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവള്. ഇപ്പോൾ നമുക്ക് കുഴപ്പമില്ലാണ്ട് പോകുന്നു. അത് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ബൈബിളിൽ ഇപ്രകാരം പറയുന്നുണ്ട്. ബാല്യത്തിൽ, പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്ന ഒരു വേടാണ്, ബാല്യത്തിൽ മക്കളെ നല്ലത് പരിശീലിപ്പിക്കുക, അവരുടെ യൗവനത്തിൽ അവരെ കുറിച്ച് നമുക്ക് ആകുലരാകേണ്ട ആവശ്യമില്ല എന്നത്. അത് നമ്മൾ ബാല്യത്തിലെ തന്നെ നമ്മുടെ മക്കൾക്ക് നല്ലത് കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ യൗവനത്തിൽ നമുക്ക് അവരെ കുറിച്ച് പേടിക്കാതെ നടക്കാം. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ മക്കളോട് പറയേണ്ട, നമ്മൾ മറ്റുള്ളവരോട് നമ്മുടെ കൂടെ നമ്മുടെ മക്കൾ, നമ്മുടെ ടീമിലുള്ളവരൊക്കെ നമുക്ക് ഫസ്റ്റ് ആവുന്നതിനേക്കാളും കൂടുതൽ ബെസ്റ്റ് ആവാൻ നമ്മൾ മക്കളെ പഠിപ്പിക്കുക. ഒരാൾക്കെ നമ്മളൊരു ടീമിൽ കളിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഒരാൾക്കേ നമുക്ക് ഫസ്റ്റ് ആവാൻ പറ്റുള്ളൂ, അല്ലെ? ഏതൊരു കളിക്കളത്തിലും ഓട്ടത്തിലായിരിക്കും, അല്ലെങ്കിൽ സ്പോർട്സിലായിരിക്കും, അല്ലെങ്കിൽ എന്തിലാണെങ്കിലും ഒരാൾക്ക് ഫസ്റ്റ് ആവാൻ പറ്റും. പക്ഷെങ്കിൽ എല്ലാവർക്കും ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റും. ആ ബെസ്റ്റ് പെർഫോമൻസിനായിട്ട് നമ്മൾ ഓരോരുത്തർ ശ്രമിക്കുക. നമ്മളിപ്പോ ഒരു ടീമിലാണെങ്കിൽ എന്തെങ്കിലും ഫസ്റ്റ് വിന്നർ എന്ന് പറയുമ്പോൾ ഒരാളായിരിക്കും, പക്ഷെ എല്ലാവരും ഒരേ സമയത്ത് വിൻ ചെയ്ത് വന്നാൽ ഫസ്റ്റ് വിന്നർ എന്ന് പറയാൻ പറ്റും. ബെസ്റ്റ് പെർഫോമർ ആയിട്ട് നമുക്ക് കാഴ്ചവെക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും, എന്ത് കാര്യങ്ങളാണെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യുക. അതിൽ നമ്മൾ ഈ ബിസിനസ്സിൽ ശ്രദ്ധിക്കേണ്ട ഒരു 3 കാര്യം, നമ്മളെ ജീവിതത്തിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു 3 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന് സമയമുണ്ട്, അടുത്തത് പണമുണ്ട്, അടുത്തത് അധ്വാനമുണ്ട്. നമ്മുടെ 3 കാര്യങ്ങൾ. പണത്തെ കാര്യത്തിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മുടെ പണം പോലെ തന്നെ നമ്മൾ മറ്റുള്ളവരുടെ പണത്തിന് നമ്മൾ വില കൊടുക്കണം. നമ്മുടെ പണം, നമ്മളൊരു രൂപ അല്ലെങ്കിൽ 50 രൂപ നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നു അതുപോലെ തന്നെയാണ് മറ്റുള്ളവരും പണം ഉണ്ടാക്കുന്നുള്ളൊരു ബോധ്യം നമ്മളിൽ ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മുടെ അധ്വാനം പോലെ, നമ്മൾ എങ്ങനെയാണോ അധ്വാനിക്കുന്നത് അതുപോലെ തന്നെയാണ് മറ്റുള്ളവരുടെ അധ്വാനത്തിന് നമ്മൾ വില കൽപ്പിച്ചേ പറ്റുള്ളൂ. അതുപോലെ നമ്മുടെ സമയം, ഒരു സമയം നമ്മൾ എത്ര ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സമയത്തിന് നമ്മൾ വില കൊടുക്കണം. ഇപ്പൊ നമ്മൾ ചില ആളുകളുണ്ട്, ആദ്യകാലങ്ങളിലൊക്കെ നമ്മളെ ഞാൻ വരാം എന്ന് പറഞ്ഞ് പറ്റിക്കുന്നവരുണ്ടാവാം. പക്ഷെ അവരുടെ സമയം നമ്മുടെ സമയം ഒരുപോലെ. നമ്മൾ വില കൊടുക്കണം. ഇതേപോലെ തന്നെ നമ്മൾ നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സിനോട് എന്ത് ചെയ്യുന്നു അത് തന്നെ നമ്മളിലേക്കും തിരിച്ചെത്തും. അന്ന് നമ്മൾ ചിന്തിക്കുക, നമ്മൾ കൊടുക്കുന്ന സമയം, പണവും പ്രാധാന്യം. അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ വലിയ പ്രോഡക്റ്റുകൾ എടുപ്പിച്ചിട്ട് നമ്മൾ വലിയ എന്താ പറയാ, പലയിടത്തും നമ്മൾ കാണുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ഒരു ഭാഗത്ത് എൻ്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഒരു സമയത്ത് പറഞ്ഞ ഒരുപാട് പ്രോഡക്റ്റ് എടുത്തു. 95 തന്നെ 10ഓളം 95 ഉപയോഗിച്ചൊരു ലേഡി ഉണ്ടായിരുന്നു. പക്ഷെ
അവർക്ക് ഇന്ന് വരെ ഒരു വരുമാനം പോലും, ഞാൻ അത് പറഞ്ഞു, ആദ്യമേ പറഞ്ഞു, KYC പാൻ കാർഡും NEFT ചെയ്യേണ്ട പ്രാധാന്യം. 10ഓളം 95 ഉപയോഗിച്ചൊരു പേഷ്യൻസ് ആയിരുന്നു അവർക്ക് ഒരു വരുമാനവും കിട്ടിയില്ല. ശരിക്കും നമ്മൾ ചിന്തിക്കുക, 10 95 എന്ന് പറയുമ്പോൾ ഒരു 95 തന്നെ നമുക്ക് 2 95 അപ്പുറം ഇപ്പുറം 4 95 എടുത്താൽ തന്നെ ഓർഗനൈസേഷൻ 1ലും 2ലും വന്നാൽ തന്നെ ഏത് ഒരു 450 രൂപയ്ക്ക് ഒരു കുറവും ഇല്ലാണ്ട് നമുക്ക് കിട്ടും അല്ലെ. അതുപോലും കിട്ടാത്ത ആളുകൾ 10 95 വെച്ചിട്ട് ഒരു വരുമാനം കിട്ടിയില്ല എന്ന് പറയുമ്പോഴുള്ള ബുദ്ധിമുട്ട്, അവരുടെ സങ്കടം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ പണം അവരുടെ പണവും നമ്മൾ മാനിക്കുക എന്ന് നമ്മൾ കൃത്യമായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ്. അതുപോലെ അടുത്ത ഞാനൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ മുൻധാരണയാ. എന്താ പറയാ, മനുഷ്യന്റെ, ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യമേ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ ഒരു ബിസിനസ് പറഞ്ഞ എന്റെ സഹോദരൻ എന്ന് പറഞ്ഞ ഒരിതുണ്ട്. മുൻധാരണയാണ് നമ്മുടെ മനുഷ്യന്റെ പരാജയം അല്ലെ. നമുക്കറിയില്ലാത്ത കാര്യമാണ് എങ്കിൽ പോലും നമ്മൾ അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് അതോ എനിക്കറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും നമുക്കതിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. ശരിക്കും എന്താണെന്ന് മനസ്സിലാക്കുക, എന്താണ് കാര്യങ്ങൾ, നമുക്ക് മുന്നിൽ കാണുന്ന കാര്യങ്ങൾ എന്താണ് നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് പ്രവർത്തിക്കുന്നോ ഇല്ലയോ എന്നുള്ളതൊക്കെ അത് രണ്ടാമത്തെ കാര്യമാണ്. എന്താണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ട് എനിക്ക് പറ്റത്തില്ല, ഓക്കെ, ആ സമയത്ത് മറ്റുള്ള വ്യക്തികളെയും കൂടി നെഗറ്റീവ് ആക്കുന്ന തരത്തിലുള്ള ടോക്കുകൾ നമ്മൾ പരമാവധി ചെയ്യാണ്ടിരിക്കുക. പിന്നെ എന്താ പറയാ, നമുക്ക് അടുത്തെന്താ പറയാ, നമ്മുടെ ജീവിതം നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടാതെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ ജീവിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളതാണ്, പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇനി അടുത്തൊരു കാര്യം. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും, നമുക്ക് ഏതൊരു കാര്യം ഞാനില്ല കേട്ടോ എന്ന് പറയാൻ പറ്റും ഇല്ലേ. ഞാനത് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ, ഞാനില്ല എന്ന് വിചാരിച്ചാൽ ഞാൻ വളരില്ല, അത്രേ ഉള്ളൂ. പക്ഷെ ഈ ഭൂമിയിൽ ഇത് ഏറ്റെടുക്കുന്ന ഏത് കാര്യമാണെങ്കിലും, ബിസിനസ് ഏറ്റെടുത്താലും എന്തൊരു കാര്യം, ഞാനത് ചെയ്യില്ല എന്ന് തീരുമാനിക്കുന്നതല്ല, ഞാൻ വളരത്തില്ലെന്ന്, ആ ഫീൽഡിൽ ഞാൻ വളരില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ഏറ്റെടുക്കുന്ന എല്ലാ ആളുകളും വളരും എന്ന് നമ്മൾ ചിന്തിക്കണം. പിന്നെ നമുക്ക് എന്താ പറയാ, ഒരു ട്രാക്ക് കിട്ടി, നമുക്കൊക്കെ ഇതിനകത്ത് ബിസിനസ്സിൽ വന്നവർക്കൊക്കെ ഒരു ട്രാക്ക് കിട്ടിയവരാണ് അല്ലെ. ട്രാക്ക് കിട്ടിക്കഴിഞ്ഞാല് നമ്മൾ അതിലെ ട്രാക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിരിവിടാതെ അല്ലെങ്കിൽ വരി തെറ്റാതെ ഓടാൻ ശ്രമിക്കുക, ഓടിക്കൊണ്ടിരിക്കുക. നമ്മൾ മുബീൻ സാർ പറയുന്നത്, നമ്മുടെ ഒരു അധ്വാനത്തിന്റെ ഒരു തുള്ളി വിയർപ്പ് അല്ലെങ്കിൽ ഒരു കണ്ണുനീര് ഈ ഭൂമിയിൽ, മുബീൻ സാറിന്റെ ഒരു വാക്കാണ്, അതിന്റെ കൃത്യമായിട്ടുള്ളൊരു ഡെഫിനിഷൻ അല്ല ഞാൻ പറയുന്നത്, ഒരു തുള്ളി വിയർപ്പോ നമ്മുടെ ഒരു തുള്ളി കണ്ണുനീരോ ഈ ഭൂമിയിൽ ഇട്ട് വീണിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രതിഫലം ദൈവം തമ്പുരാൻ നമുക്ക് തന്നിരിക്കും. അത് ഉറപ്പുള്ള കാര്യമാണ്. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരുന്ന സമയങ്ങളുണ്ടാകും. പക്ഷെ അതിനൊക്കെ ഒരു സമയം ഇതിനു വേണ്ടി ദൈവം നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു, ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും വരില്ല എന്നത്. ഈ സമയത്ത് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ പ്രവൃത്തി തന്നെ എന്ന് വിശ്വസിക്കുക. അതുപോലെ തന്നെ എന്താ പറയാ, ഈ ഒരു സമയം ഓണക്കാലമാണ് അല്ലെ. നമുക്കൊക്കെ എന്തെങ്കിലും ഒരു അധ്വാനം ആയെങ്കിലും ഏത് തരത്തിലാണെങ്കിലും നമുക്ക് പറയാൻ പറ്റും, ഈ ഒരു അധ്വാനം നമ്മള് ഒരാളില്ലാത്ത ധാർമ്മിക ഉസ്താദ് പറയുന്നുണ്ടെന്ന് തോന്നുന്നു, ഏതെങ്കിലും ഒരു അധ്വാനി ഭൂമിയിൽ ഇട്ടാൽ എന്നത്. ഓക്കെ, താങ്ക് യു. അതുപോലെ തന്നെ നമുക്ക് പറയാം, ഈ ഒരു ഓണക്കാലം ഇപ്പൊ ഒരുപക്ഷെ നമ്മൾ കഴിഞ്ഞ വർഷം ഓണത്തിന് ചിന്തിച്ചിട്ടുണ്ടാവും, കുറച്ചും കൂടി അടുത്ത തവണ നമ്മുടെ ഓണം കുറച്ചുകൂടി നല്ലതാക്കണം എന്നത് ഇല്ലേ, ചിന്തിച്ചിട്ടുണ്ട്. അതിന് പറ്റാത്ത ആരെങ്കിലും നമുക്ക് ഇവിടെ ഉണ്ടാവും. ഒരുപക്ഷെ നമുക്ക് ഇപ്പം പുതുതായിട്ട് വന്നവരുണ്ടാവും, അല്ലെങ്കിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരുണ്ടാവാം ഈ ഒരു സമയത്ത് ഇവിടെ നമുക്ക്. പക്ഷെ എങ്കിലും നമുക്ക് അടുത്ത ഒരു ഓണക്കാലം എത്രത്തോളം ഭംഗിയായിട്ടുണ്ടാക്കാം എന്ന് ക്രമീകരിക്കാം എന്ന് നമ്മൾ സ്വപ്നം കാണണം. അടുത്ത ഒരു ഓണത്തിലേക്ക്, അടുത്തൊരു ഓണക്കാലത്തിലേക്ക് നമ്മൾ എന്തെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഓടിയാൽ ഈ ഒരു വർഷം നമ്മൾ നല്ല രീതിയിൽ ഓടിക്കഴിഞ്ഞാൽ അതിനുള്ള പ്രതിഫലം അടുത്ത ഓണത്തിന് നമ്മുടെ കുടുംബത്തിൽ നമുക്കത് കാണിക്കാൻ പറ്റും. ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാം, ഒരുപക്ഷെ നമ്മൾ ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടാവാം, ഒരു വാഹനം എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ നമുക്ക് ഇതിനകത്തുണ്ടെങ്കിൽ, വാഹനം അത് സ്കൂട്ടി ആവാം അല്ലെ കാറാവാം, എന്തായിക്കോട്ടെ, അതിനുവേണ്ടി ഇനിയിപ്പോ നമുക്ക് അടുത്തൊരു ഓണം വരണമെങ്കിൽ 11 മാസം, ഒരു വർഷം ഇല്ലേ, ശരിക്കും 10-11 മാസം കഴിയും. ആ ഒരു 11 മാസത്തേക്ക് അതിനു വേണ്ടി നമ്മൾ സ്വപ്നം കണ്ട്, കഴിഞ്ഞ ദിവസം എന്താ അനീഷ് സാർ പറഞ്ഞൊരു വാക്കുകളുണ്ട്, 1000 ദിവസം നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് സംഭവിക്കും എന്നത്. 1000 മണിക്കൂറാണ് പറഞ്ഞത്. അതിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും, നമുക്ക് ഈ അടുത്ത ഓണത്തേക്ക് ഇന്നത് നമ്മുടെ കുടുംബത്തിൽ ഒരു പുതിയ അതിഥി, ഒരുപക്ഷെ ഒരു വണ്ടിയാവാം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പൊ ലേഡീസ് ഇതിനകത്ത് ഒത്തിരി പേരുണ്ട് ഇല്ലേ, ലേഡീസ് ആയിട്ടുള്ള ആളുകളാണ് ഇതിനകത്ത് കൂടുതലായിട്ട് ചെയ്യുന്നത്. ഞാനും ഒരു ലേഡിയാണ്.
നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം, ഒരു ടാർഗറ്റ് വെക്കുക. ഒന്നും വേണ്ട, നമ്മുടെ കുട്ടിയൊക്കെ എന്തെങ്കിലും ഒരു ജസ്റ്റ് എന്തെങ്കിലും ഒരു ഡയമണ്ട് മേടിച്ച്, ഇപ്പം പിള്ളേർക്കൊക്കെ ഉള്ളൊരു കാര്യമാണ് ഡയമണ്ടിന്റെ പെൻഡന്റ്. പെൺകുട്ടികളുള്ള അമ്മമാരാണെങ്കിൽ ഒരു ഡയമണ്ടിന്റെ പെൻഡന്റ് മേടിച്ചു കൊടുക്കും മലയിലിടാൻ എന്ന് ചോദിക്കുന്നവരുണ്ട്. അത് ഡയമണ്ടിന്റെ ചിലർ പറയും, അതൊക്കെ കുഞ്ഞു സാധനങ്ങളാണെങ്കിൽ പോലും ഞാൻ പറയാം. അതുപോലെ തന്നെ ഒരു മോതിരം മേടിക്കണം എന്ന് ആഗ്രഹം പറയാൻ നമ്മുടെ മക്കളുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ തന്നെ ലേഡീസ് ഉണ്ടാവും ഒരു മോതിരം ഒക്കെ ആഗ്രഹിക്കുന്നവര്. അവർക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മൾ ചെറിയ ഗോള് നമ്മൾ സെറ്റ് ചെയ്ത് നമ്മൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് പരിശ്രമിച്ചെടുക്കാൻ പറ്റും. പണ്ടൊക്കെ പറയായിരുന്നു നമുക്ക് ലേഡീസിന് ആവശ്യമില്ല. പണ്ടത്തെ കാര്യത്തില് നമ്മൾ കേട്ടിട്ടുണ്ട്, എന്താ പറയുക, മനുസ്മൃതിയിൽ പ്രകാരം പറയുന്നത്, പിതാരക്ഷതി കൗമാരെ, ഭർത്തൃരക്ഷതി യൗവനെ, പുത്രോരക്ഷതി വാർദ്ധക്യെ, നസ്രീ സ്വാതന്ത്ര്യം അർഹതി എന്നത് പറഞ്ഞ്, അത് അന്ധകാലമായിട്ടാ പറഞ്ഞത്. ഇപ്പോഴത്തെ കാലത്ത് ഒന്നും നടക്കൂല. കാരണം എന്താന്ന് വെച്ചാൽ പണ്ടത്തെ കാലത്ത് എന്ന് വെച്ചാൽ പെണ്ണുങ്ങൾ, സ്ത്രീകൾ, അതായത് ഇവരുടെ സംരക്ഷണയിൽ, പുരുഷന്മാരുടെ സംരക്ഷണയിൽ, അതായത് പിതാവിന്റെ കാലത്ത് കുഞ്ഞുകാലങ്ങളിൽ പിതാവ് സംരക്ഷിക്കും, യൗവനത്തിൽ ഭർത്താവ് സംരക്ഷിക്കും, വാർദ്ധക്യത്തിൽ പുത്രൻ സംരക്ഷിക്കും എന്ന് പറഞ്ഞെങ്കിലും ഇന്നത്തെ കാലത്ത് സ്വന്തം സംരക്ഷിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലുള്ള ജീവിതങ്ങളാണ് പുരുഷായുസൊക്കെ. സത്യത്തിൽ എന്ന് വെച്ചാൽ അങ്ങനെയാണ് സാമ്പത്തിക കാര്യങ്ങളൊക്കെ. അപ്പം ലേഡീസിന് നമുക്ക് വരുമാനം ആഗ്രഹിക്കണം, ആർജിക്കണം, അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ അപ്പന്മാരെക്കാളും കൂടുതൽ ഇതാണ് ഞാൻ പറഞ്ഞ, അപ്പന്മാരെ കൂടുതൽ ഏറ്റവും കൂടുതൽ അമ്മമാരാണ് കാര്യങ്ങളെ ക്രമീകരിക്കുന്നത്, അല്ലെ? സാമ്പത്തിക വല്ല കാര്യങ്ങൾ മക്കൾക്ക് കൊടുക്കുന്നത്. അപ്പൊ ഒരു കുറവ് വരുമ്പോൾ അപ്പയുടെ പൈസ ഇല്ല എന്ന് പറയുന്ന ഒരവസ്ഥ ഞാനും ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ, എനിക്കും വന്നിട്ടുണ്ട്, നമുക്കൊക്കെ വരാറുണ്ട്. ഒരു മാറ്റി വെക്കുന്നത്, അതൊക്കെ നമ്മൾക്ക് അവർക്ക് ആവശ്യങ്ങളിലേക്ക് കൊടുക്കുന്നവരായി തീർന്നാൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബത്തിലെ ജീവിതം വാർത്തെടുക്കാൻ പറ്റും. അതിന് കിട്ടിയ ഒരു അവസരമാണ് ഈ ഒരു ബിസിനസ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇല്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്തുണ്ട്, ഇല്ലേ? നമുക്ക് എന്താ പറയാ, പ്രൊഡക്റ്റ്, നമുക്ക് ഏത് പ്രൊഡക്റ്റും ഏത് ആവശ്യമുള്ളവർക്കും കൊടുക്കാം. അതിന്റെ ചെറിയ പ്രൊഡക്റ്റ് കൊണ്ട് വലിയ പ്രൊഡക്റ്റ് കൊണ്ട്. അപ്പൊ ചെറിയ പ്രൊഡക്റ്റ് കൊടുത്താൽ നമുക്ക് ചെറിയ പൈസയാ കിട്ടുക, DP പ്രൈസ്. വലിയ പ്രൊഡക്റ്റ് കൊടുത്താൽ വലിയ പൈസ കിട്ടും, അല്ലെ? അതിൽ നമുക്ക് എന്ത് വേണമെന്നുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം. വലിയ പ്രൊഡക്റ്റ് കൊടുക്കാം, അതുപോലെ തന്നെ പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിച്ച് പ്രൊഡക്റ്റ് കൊടുക്കാം. പഠിക്കാതെ പ്രൊഡക്റ്റ് കൊടുക്കുന്നു, പഠിച്ച് പ്രൊഡക്റ്റ് കൊടുക്കുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. അതിനുള്ള വലിയൊരു ഉദാഹരണം നമ്മുടെ കാടാമ്പുഴ ഉസ്താദ്. ശരിക്കും ഏതൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള മറുപടി എങ്ങനെ കൊടുക്കാം, എങ്ങനെ നമുക്കിത് ഉപയോഗിക്കാം എന്ന് കൃത്യമായിട്ട് ഉസ്താദിന്റെ അടുത്തിൽ നിന്ന് നമുക്ക് കിട്ടും, ഇല്ലേ? അത് നമുക്കൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞു നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ആർക്കും നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരാളാണ് എന്ത് പ്രൊഡക്റ്റ്. നമുക്ക് ഏതൊരു ടീമെന്നല്ല, ഞാനൊക്കെ പലതവണ ഞാൻ ചോദിച്ച ഒരു കാര്യങ്ങളുണ്ട്, എങ്ങനെയാണ് ഇത് കൊടുക്കേണ്ടതെന്ന്, എങ്ങനെ ഉപയോഗിക്കാം എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഉസ്താദ് പറഞ്ഞു തരും. അതുപോലെ തന്നെ ഉമ്മർ ഉസ്താദ് നമ്മുടെ വിജയിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ കൺമുമ്പിൽ കാണുന്ന ഒരു എന്താ പറയാ വൻമരവ നമ്മൾ ഉമ്മർ ഉസ്താദ്, അല്ലെ? ശരിക്കും പറയാണ് ഉമ്മർ ഉസ്താദിന്റെ എന്താ പറയാ ഈ ഒരു എക്സ്പീരിയൻസിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരുപാട് ഓട്ടയുള്ള, അതായത് ബനിയൻ ഇട്ടുകൊണ്ട് നടന്നു പോയിരുന്ന ഒരു ഉസ്താദിന്റെ ഇപ്പോഴത്തെ ജീവിതം നമ്മൾ കണ്ടാൽ നമ്മുടെ മുന്നിൽ തന്നെ ജീവിക്കുന്ന ഒരു അത്ഭുതം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ലോകമഹാത്ഭുതങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് പേര് കാണാൻ പോയിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ ഇവര് നമ്മുടെ മുന്നിൽ കാണുന്ന ഒരു അവസരം, ഒരു നന്മ മരവാണ് നമ്മുടെ ഉമ്മർ ഉസ്താദ്. ഉമ്മർ ഉസ്താദിന്റെ ടീമിലാണ് ഈ ഒരു ടീം വർക്ക് ചെയ്യുന്നത്. ഉമ്മർ ഉസ്താദിന്റെ ടീമിൽ നിന്നും നമുക്ക് മറ്റാരും ഒന്നും പറയേണ്ട ആവശ്യമില്ല. ആ ഒരു ആളെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് ഓടിയാൽ മതി. നല്ല രീതിയിൽ വിജയിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ കിട്ടും. അതുപോലെ തന്നെ നമ്മളെ കുടുംബമാണ് നമ്മുടെ സമ്പത്ത്, അല്ലെ? ശരിക്കും പറഞ്ഞാൽ ഒപ്പം നമ്മുടെ ആരോഗ്യശീലങ്ങളും ആ കുടുംബത്തിൽ നല്ലത് വരുത്തുവാനും, അതുപോലെ നമ്മൾ ആരോഗ്യം സംരക്ഷിക്കാനും, അതുപോലെ നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ ആരോഗ്യം സംരക്ഷിക്കാനും ഈ ഒരു ബിസിനസ് നമുക്ക് കാരണമായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ എന്താ പറയാ, അതുപോലെ തന്നെ നമ്മൾ സാമ്പത്തിക ഇടപാടുകൾ നമ്മുടെ ടീമിലായാലും നമ്മളെ അതിലൊരു കാര്യം വിട്ടുപോകണം പറയണമെന്ന് വിചാരിച്ചു. നമ്മൾ സാമ്പത്തിക വരവ് ചെലവ് കണക്കാക്കുന്നത് പോലെ തന്നെ നമ്മൾ പ്രൊഡക്റ്റുകളുടെ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നതുമാണ് കൃത്യമായിട്ടുള്ള കണക്കിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. ആരിൽ നിന്നും ഒരു ബുദ്ധിമുട്ടും വരാതെ നമ്മൾ കാര്യങ്ങൾ ക്രമീകരിക്കാൻ തുടങ്ങിയാൽ നമുക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ, നമ്മൾ മുന്നോട്ടുള്ള ടീം വർക്കിൽ നമുക്കത് കൃത്യമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ കണക്കെഴുതി വെക്കാതെ ആർക്കെങ്കിലും ഒരു പ്രോഡക്റ്റ് കൊടുത്തു, അതുപോലെ നമ്മൾ ആരോടെങ്കിലും പ്രോഡക്റ്റ് മേടിച്ചു, അങ്ങനെ വന്നു കഴിയുമ്പോൾ അതിലുള്ള അസ്വസ്ഥതകളൊക്കെ നമുക്ക് മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ മാറിയെടുക്കുക. അതുപോലെ തന്നെ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞൊരു വാക്കാണ് ഞാൻ ഇനി പറയുന്നത്, എന്നോട് പറ്റില്ല എന്ന് പറഞ്ഞവരോട് ഞാൻ നന്ദിയുള്ളവനാണെന്ന്.
ആയിരിക്കണം. കാരണം അവർ കാരണമാണ് ഞാൻ ഈ ബിസിനസ്സിൽ നിലനിൽക്കുന്നത് തന്നെ. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി എന്നോട് ഫസ്റ്റ് പറഞ്ഞ എന്റെ ബ്രദറിനോടാ. കാരണം ആ ഒരു വ്യക്തി കാരണമാണ് ഞാൻ ഇതിനകത്ത് പിടിച്ചു നിൽക്കുന്നതെന്നോ ഇതിനകത്ത് നിൽക്കാനുള്ള കാരണം അത്രയ്ക്ക് നമ്മളോട് നെഗറ്റീവ് ആക്കിയ വ്യക്തിയാണ്. എങ്കിൽ പോലും ഇപ്പോഴും ഞാനിത് തുടരുന്നുണ്ടെങ്കിൽ അത് ആളോടുള്ളൊരു വാശിപ്പുറത്ത് തന്നെ എന്ന് വേണേൽ പറയാം. കാരണം അത്ര ഒരു ഇതാണ്. പക്ഷെ നമ്മളോട് പറ്റില്ല എന്ന് പറഞ്ഞവർ കാരണമാണ് നമ്മൾ അതിനകത്ത് ഈ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കുക, മൈ ലൈഫ് കമ്പനി, MI ലൈഫ് കമ്പനി നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയതാണെന്നുള്ള, നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ടി ദൈവം ഒരുക്കിയതാണെന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നമ്മൾ മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ അടുത്ത എനിക്കൊരു സമയം ഏകദേശം കഴിയാറായെന്ന് തോന്നുന്നു അല്ലേ? പിന്നെ ക്ലോക്ക് ആയാലും മനുഷ്യരായാലും ഓടുമ്പോൾ മാത്രമേ വിലയുണ്ടാവുള്ളൂ. ആളുടെ ഓട്ടം നിന്നാൽ നമുക്ക് വില ഉണ്ടാവില്ല. നമുക്ക് ഓട്ടം നിന്നാൽ അറിയാം നമ്മൾ അതിനൊരു ബാധ്യതയാണെന്നുള്ളത്. നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക, പരമാവധി നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടം നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് നമ്മളിവിടെ മനുഷ്യരെ നട്ടുവെക്കുന്നത്. അതുകൊണ്ട് മനുഷ്യരെ നട്ടുവെച്ച് നല്ല മനുഷ്യർ നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് ആ ഓട്ടത്തിന് ഒരു കുറവും വരില്ല. അതുപോലെ തന്നെ ഒരു കുഞ്ഞു കഥയും കൂടെ ഞാൻ പറയുകയാണേ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വൃദ്ധനെ എവിടുന്ന് വായിച്ചതൊക്കെ, ഒരു വൃദ്ധൻ ജീവിച്ചിരുന്ന കാലത്ത് അയാളുടെ വീടിനടുത്ത് ഒരു കുടത്തിൽ വെള്ളം വെക്കുമായിരുന്നു. അത് വഴിപോക്കർക്ക് കുടിക്കാന്, അതുപോലെ തന്നെ പക്ഷിമൃഗാദികൾക്കൊക്കെ അതിൽ നിന്ന് ദാഹം കുടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാ. ചിലരത് വെള്ളം കുടിക്കും, അത് കഴിഞ്ഞിട്ട് ചിലർ നന്ദി പറയും, അങ്ങനെ പോകും. ചിലരത് എന്താ പറയുക, കുടം തട്ടിത്തെറിപ്പിക്കും. എല്ലാ ദിവസവും മാസത്തിൽ ഒരു കുടം എന്ന രീതിയിലെങ്കിലും അത് പൊട്ടിച്ച് കളയുന്ന ആളുകളുണ്ടാവാം. അപ്പോഴൊക്കെ ഒരു കണ്ടു നിന്ന ഒരാൾ ചോദിച്ചു, പ്രാന്താണല്ലേ എന്ന്. എല്ലാ ദിവസവും കുടം മാറ്റി വെച്ച് വെള്ളം ഒഴിച്ചു വെക്കും, ഓരോരുത്തർ കുടിക്കും. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ആ വൃദ്ധനോട് ഒരാൾ ചോദിച്ചു, ഭ്രാന്താണല്ലേ, ദിവസം എത്രയോ നഷ്ടങ്ങൾ നിങ്ങൾക്ക് വന്നിരിക്കുന്നു എന്നത്. പക്ഷെ അപ്പൊ ആ ചിരിച്ചുകൊണ്ട് ആ വ്യക്തി പറഞ്ഞൊരു മറുപടിയുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. എന്തെന്ന് വെച്ചാല്, എന്റെ ശ്രദ്ധ കുടത്തിലല്ല, പാത്രത്തിലല്ല, ദാഹിച്ചു വരുന്ന ആൾക്കാരുടെ വരുന്നവരിലാണ്. അതുപോലെ തന്നെ അവരുടെ ദാഹം ശമിപ്പിക്കുന്നതിലാണ് എന്റെ ശ്രദ്ധ എന്നത്. ശരിക്കും നമ്മൾക്ക് അറിയാൻ പറ്റും ആ ഒരു വേട്. അവരുടെ ദാഹം ശമിച്ചു കഴിയുമ്പോൾ ആ വ്യക്തിക്ക്, ആ വൃദ്ധന്റെ അതിൽ സന്തോഷമുണ്ട്. അത് നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഉയരത്തിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ മറ്റുള്ളവർ എല്ലാം, ഒരുപക്ഷെ ആ പാത്രം പൊട്ടിച്ച് കളയുന്ന വ്യക്തികൾക്ക് ഈ ഒരു വൃദ്ധൻ ചെറുതായിട്ട് തോന്നിയേക്കാം, ഇല്ലേ? പക്ഷെ മറ്റുള്ളവർക്ക് നമ്മൾ ഉയരത്തിൽ നിന്ന് നോക്കുമ്പോൾ താഴോട്ട് നോക്കുമ്പോൾ താഴെ നിൽക്കുന്നവർ ചെറുതായിട്ട് തോന്നിയേക്കാം. പക്ഷെ ഞാനും അതിലൊരുവനായിരുന്നു എന്ന് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. നമ്മൾ ഒരു കാലത്ത് താഴെ നിന്ന വ്യക്തികളായിരുന്നു. നമ്മൾക്കും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. നമ്മുടെ കൂടെ വരുന്നവർക്കും ഇതേ ബുദ്ധിമുട്ടിലാണ് നമ്മൾ ഉള്ളത് എന്ന് നമ്മൾ മറന്നു പോകരുത്. ഏത് നിലയിലായാലും വന്ന നില മറക്കരുത് എന്നത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഏത് സമയവും നമ്മുടെ കൂടെയുള്ളവരെ സ്നേഹിക്കുക, സംരക്ഷിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അങ്ങനെ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിട്ട് പുതിയ ആളുകളെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പുതിയ ആളുകൾക്കാണെങ്കിൽ ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഞാനൊരു ഡയറക്റ്റ് സെല്ലറാണ് എന്ന് ഉറച്ച് വിശ്വസിച്ച് പറയാനുള്ളൊരു ധൈര്യം കാണിക്കുക. അതുപോലെ നമ്മുടെ കമ്പനിയുടെ പേര് തെറ്റാതെ നാവിൽ വരിക. ഞാൻ ഈ MI ലൈഫ് മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടർ ആണ് എന്ന് ഉറപ്പോടെ പറയാനുള്ളൊരു ആർജവത്വം കാണിക്കുക. അതുപോലെ തന്നെ നമുക്ക് ചിന്തിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, ചെയ്ത് വിലയിരുത്തി ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഓണക്കാലം നമുക്ക് എന്തെങ്കിലും വിഷമത്തിന്റെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിന്റെ കാലഘട്ടമാണെങ്കിൽ അടുത്തൊരു ഓണം സ്വപ്നം കണ്ടുകൊണ്ട്, എന്താ പറയാ, സ്വപ്നത്തിൽ വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് ഓടുക. അടുത്തൊരു ഓണത്തിന് നമ്മുടെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ നിറവേറ്റി തരുന്ന രീതിയിൽ നല്ലൊരു സമൃദ്ധിയുടെ ഓണം ഈ വർഷത്തെ ഓണം ഞാൻ ആശംസിക്കുന്നു. അടുത്ത വർഷത്തിലേക്ക് നമ്മുടെ ഗോൾ സെറ്റ് ചെയ്ത് നല്ല രീതിയിൽ ഓടുവാനും പ്രവർത്തിച്ച് നല്ല രീതിയിൽ വരുമാനം മേടിച്ചുകൊണ്ട് നല്ലൊരു ഓണക്കാലം അടുത്ത വർഷവും സമ്മാനിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അത്രയും സമയം എന്നെ ശ്രമിച്ച് എല്ലാവർക്കും നന്ദിയും അറിയിച്ചുകൊണ്ട് ഈ ഒരു അവസരത്തിലേക്ക് എന്നെ വിളിച്ച് ഋഷി സാറിനും അതുപോലെ തന്നെ ഹോസ്റ്റ് കൈകാര്യം ചെയ്ത മാഡത്തിനും എല്ലാ അഭിനന്ദനങ്ങളും നന്ദിയും അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു. വ്യാജം ഉണ്ടാവും എന്നൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ ഏതായാലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മാം പറഞ്ഞു തന്നിട്ടുണ്ട്. ഏതായാലും ഇതിനകത്ത് റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട് മാം. അപ്പൊ എന്തായാലും നമുക്ക് അവരെ ആദ്യം ഇതിലേക്ക് ക്ഷണിക്കാം. നമുക്ക് ഫസ്റ്റ് രാമേന്ദ്രൻ സാറിനെ നമുക്ക് ക്ഷണിക്കാം. പ്ലീസ് വെൽക്കം സാർ. നമസ്കാരം. ഞാൻ ഇത്തിരി നാളായിട്ട് സൂം മീറ്റിംഗിൽ വരാറില്ലായിരുന്നു.
നല്ലൊരു സ്പീച്ച് കേൾക്കാൻ പറ്റിയത് ഞാൻ വളരെ മോട്ടിവേറ്റഡ് ആണ്. അവർക്കും അതുപോലെ തന്നെ ഈ കേൾക്കുന്നില്ല മാഡം? ട്യൂഷൻ രംഗത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് 95 എന്ന പ്രോഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷമാണ് മാഡത്തിന് ഈ അവസരം കയ്യിൽ കിട്ടിയത്. അതിനു പുറമെ വൺ ഡേ ട്രെയിനിങ്ങിൽ ബെൽനി സാറിന്റെ പ്രോഗ്രാമിൽ പങ്കെടുത്ത് കഥകളിൽ കൂടി പ്രോഗ്രാമിന്റെ മഹനീയത കേട്ടിട്ടാണ് മാഡം ഇത് ഷിക്കോൺ ചെയ്യുന്ന കാര്യവും മാഡത്തിന്റെ വാക്കുകളിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഈ ബിസിനസ്സിനെ പറ്റി പറയാനും പറഞ്ഞു കൊടുക്കാനും നമ്മൾ ആപ്റ്റായിരിക്കണമെന്നും മാഡം വിശദമായി പറഞ്ഞു വന്നു. അതിനു പുറമെ മകൾക്ക് ഡെങ്കിപ്പനി വന്നു, ഹോസ്പിറ്റൽ അഡ്മിറ്റായി, കൗണ്ട് തീരെ കുറവാണെന്നും 95 കവചപ്രാശം ബിലോ 37 കഫ്നിൽ എന്നീ പ്രോഡക്റ്റുകൾ കൊടുത്തു മകളുടെ രോഗം പൂർണ്ണമായി മാറി. അത്രയ്ക്കും അമേസിംഗ് റിസൾട്ടാണ് കിട്ടിയതെന്നും പറഞ്ഞു തന്ന മാഡത്തിന് 1000 അഭിനന്ദനങ്ങൾ നേരുകയും അത് ഈ സൂമിറ്റിൽ പങ്കെടുത്ത എല്ലാവർക്കും അടുത്ത റാങ്ക് അച്ചീവ് ചെയ്യാൻ കഴിയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്ത് അന്ന് മുതൽ സന്തോഷം അറിയിക്കുന്നു. ഏതായാലും വലിയ വിജയങ്ങൾ ഗസ്റ്റൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി തന്നു. അതിൽ പ്രത്യേകമായിട്ട് നമ്മൾ ഓരോരുത്തരും സ്റ്റാർ ആൻഡ് എബോവ് ലീഡേഴ്സ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത ആളുകൾ അവർ പ്രൊഡക്റ്റ് എടുക്കുന്നുണ്ട്, അവരെല്ലാ കാര്യങ്ങളും ഫസ്റ്റ് ടൈമിലെല്ലാം ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് കുറച്ച് കഴിഞ്ഞിട്ട് മാറി നിൽക്കാനുണ്ടാകുന്ന കാരണം അവരുടെ KYC ക്ലിയർ ആക്കി കൊടുക്കുന്നില്ല, അവർക്ക് പ്രൊഡക്റ്റ് എങ്ങനെയൊക്കെ ഉപയോഗിക്കണം അല്ലെങ്കിൽ അത് എങ്ങനെയൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല. അവരുടെ ഓരോ കാര്യങ്ങളിലും ലീഡേഴ്സ് ഇടപെടാത്തത് കൊണ്ട് മാത്രമാണ് ഇവർക്ക് ഒരു വരുമാനം കിട്ടാത്തതും കൊണ്ട് മാത്രമാണ് അവർ കുറച്ച് ഒരു സ്റ്റാർ